ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതെന്താന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അത് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന പറയുകയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, നമ്മൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കില്ലേ നമ്മുടെ മുറ്റത്ത് മാവേലി. അധികം പേർക്കൊന്നും അറിയില്ല കേട്ടോ. ഈ ഗ്രാമങ്ങളിൽ ഇരിക്കുന്നവർക്കും അങ്ങനെ ഈ പണ്ടത്തെ ആ ഒരു ചടങ്ങ് രീതി നടക്കുന്നവർക്ക് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാവേലി ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് മണ്ണ് വേണം കേട്ടോ. മാവേലി ഉണ്ടാക്കാനുള്ള മണ്ണാണ്. അപ്പോൾ അധികം പേര് ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് കണ്ട് നോക്കൂ. ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതൊക്കെ പണ്ടത്തെ ആചാരമാണ്. പക്ഷെ നമ്മൾ അതങ്ങനെ ഫോളോ ചെയ്ത് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മാവേലി ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് മണ്ണാണ് കേട്ടോ. ഞാനിവിടെ കറുത്തൊരു മണ്ണാണ്. ഇത് നമ്മൾ കളിമണ്ണ് എന്നും പറയില്ല കേട്ടോ. അത് കളിമണ്ണല്ല, അതുപോലത്തെ വേറൊരു തരത്തിലൊരു മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ മാവേലി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ മാവേലി ഉണ്ടാക്കണം മുഴുവനായിട്ടും കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇതൊരു 3 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ട് പകുതി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മണ്ണിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് ഏകദേശം ആക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയെടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ മാവേലിൻ്റെ മണ്ണൊക്കെ ഒരുവിധം നമ്മൾ കുഴച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ 4 പീസായിട്ടാട്ടോ മാവേലി വയ്ക്കുന്നത്. 2 ചെറുതും 1 വലുതും പിന്നെ 1 വലുതും ഇങ്ങനെ കുഴച്ചിട്ട് മാക്സിമം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എങ്ങനെ മാവേലിൻ്റെ രൂപത്തിലാക്കിയെടുക്കാതെ നമുക്ക് നോക്കാം. നമ്മുടെ മാവേലി ഇതാ ഇങ്ങനെ ഇപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് മെയിൻ്റെനൻസ് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻ്റെനൻസ് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് ഇനി നല്ല ഭംഗിയുള്ള മാവേലിയായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവേലി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിക്കോളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ മാവേലി. ഇതൊക്കെ നമ്മുടെ കാവൽ ഭടന്മാർ വന്നിട്ടൊക്കെ ചെറിയൊരു ഇതാണ് കേട്ടോ. നമ്മുടെ അമ്മിക്കല്ല്. ഇതിനൊക്കെ ഓരോ ഐതിഹ്യം ഉണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഇനി നമുക്കിതിൽ കുറച്ച് കളറൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. നല്ലൊരു ചന്തത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ അടുത്തത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മാവേലിക്ക് കളർ കൊടുക്കാൻ പോകുന്നു കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ മാവേലി കാണുന്നവർ കേട്ടോ. കണ്ടവർ നല്ല റെഡ് കളറിലുണ്ടാവും. ചിലരുടെയൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് കളറൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മാവേലി കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ കൂടെ പൂവൊക്കെ കൊത്തി കൊടുക്കാം കേട്ടോ. ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. ഞാനിവിടെ വാടാമല്ലി പൂവാണ് കുത്തി കൊടുക്കുന്നത്. കറണ്ട് പോയി, അതുകൊണ്ട് കണ്ണ് കാണില്ല. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം നമ്മുടെ മാവേലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ നാളെ രാവിലെ ഇത് ഉത്രാട ദിവസം രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല ഭംഗിയിൽ വെച്ചതിന് ശേഷം നമുക്ക് പൂജ കഴിച്ചിട്ട് നമ്മുടെ ഓണം തുടങ്ങാം. എൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. എല്ലാവരും ചെയ്താൽ അത്രയും നല്ലത്.
സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇന്നത്തെ മീറ്റിൻ്റെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഹാപ്പി ഓണം. ടാറ്റാ.